ഇത് ഈ വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ്. ഓക്കെ, നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തി. ഇനി അടുത്ത് ഇഗ്നീഷ്യസ് റോക്സിന് നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസ് ചെയ്യാം. എക്സ്ട്രൂസീവും ഇൻട്രൂസീവും എന്നും പറഞ്ഞ്. എന്താണ് ഇൻട്രൂസീവ് എന്ന് നോക്കാം. റോക്സ് ഫോംഡ് ഇൻസൈഡ് ദ എർത്ത് സർഫസ്. എർത്ത് സർഫസിൻ്റെ ഇൻസൈഡിലുണ്ടാകുന്ന റോക്സിനെയാണ് നമ്മൾ ഇൻട്രൂസീവ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ട്രൂസീവ് ഓൾറെഡി നമുക്ക് അറിയാം. റോക്സ് ഫോംഡ് ഔട്ട്സൈഡ് ഓർ അറ്റ് ദ എർത്ത് സർഫസ്. ഒന്നെങ്കിൽ ഔട്ട്സൈഡ് അല്ലെങ്കിൽ അതിൻ്റെ എർത്ത് സർഫസിലുണ്ടാകുന്നതാണ് എക്സ്ട്രൂസീവ്. ഇനി അതിൻ്റെ ഇൻട്രൂസീവിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഗ്രാനൈറ്റ്, ഡോളറൈറ്റ്, പെഗ്മാറ്റൈറ്റ്. ഇനി എക്സ്ട്രൂസീവിൻ്റെ ബസാൾട്ട്, ട്രാപ്പ്. അപ്പോൾ ഇഗ്നീഷ്യസ് നമ്മൾ ഓൾറെഡി 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? പ്ലൂട്ടോണിക്, ഹൈപ്പോബൈസൽ, പിന്നെ എന്താണ് വോൾക്കാനിക്. ഇനി അടുത്ത് നമുക്ക് ഇൻട്രൂസീവും എക്സ്ട്രൂസീവും അങ്ങനെ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ സെക്കൻഡ് പാർട്ടാണ് സെഡിമെൻ്ററി റോക്കിനെ പറ്റിയാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. The rocks formed by the deposition of weathering products by agencies like wind, water, എക്സെട്ര. അപ്പോൾ വിൻഡ്, വാട്ടർ വഴിയൊക്കെ എന്താണിത് പല പല നാച്ചുറൽ ഏജൻസീസ് വഴി എന്താണ് റോക്സ് ഡെപ്പോസിഷൻ വഴി അല്ലെങ്കിൽ ഡെപ്പോസിഷൻ ഓഫ് വെതറിങ് കാരണം ഉണ്ടായ ഡെപ്പോസിഷനിൽ ഉണ്ടാകുന്ന റോക്സാണ് എന്ത് സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുന്നത്. അതിന് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ്, എങ്ങനെയൊക്കെ ഈ റോക്സ് ഡെപ്പോസിറ്റ് ആവാം. ഒന്ന് റെസിഡ്യൂവൽ ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഒറിജിനിൽ തന്നെ എന്ത് ചെയ്യും? അത് ഡെപ്പോസിറ്റ് ചെയ്യും. എവിടെയാണോ അതുണ്ടായത് അവിടെ തന്നെ എന്ത് ചെയ്യും? അത് ഒറിജിൻ ചെയ്യുന്നതാണ് റെസിഡ്യൂവൽ ഡെപ്പോസിറ്റ്സ്. ഇനി സെഡിമെൻ്ററി ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡെപ്പോസിറ്റ് ആർ ക്യാരിഡ് അവേ ഇൻ സസ്പെൻഷൻ ഫ്രം വൺ പ്ലേസ് ടു. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? ഡെപ്പോസിഷൻ മാറുന്നതാണ് സെഡിമെൻ്ററി ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ. കെമിക്കൽ ഡെപ്പോസിഷൻ എന്ന് വെച്ചാൽ ദ ഡെപ്പോസിറ്റ്സ് ആർ ക്യാരിഡ് അവേ ഇൻ solution and then deposited by some physical chemical process such as evaporation. അപ്പോൾ കെമിക്കൽ പ്രോസസ്സ് കഴിഞ്ഞ് എത്തുന്നതാണ് എന്ത്? കെമിക്കൽ ഡെപ്പോസിഷൻ. അതായത് ഇവാപ്പറേഷനൊക്കെ വഴി അതിൻ്റെ ഫിസിക്കൽ കെമിക്കലൊക്കെ എന്ത് ചെയ്യും? മാറും. അങ്ങനെയാണ് കെമിക്കൽ ഡെപ്പോസിറ്റ്സ്. അടുത്ത് ഓർഗാനിക് ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ്സ് ക്യാരിഡ് അവേ ബൈ ഓർഗാനിസം വഴി എന്താണ് ഡെപ്പോസിറ്റ്സ് ക്യാരി അവേ ചെയ്യുന്നതിനാണ് ഓർഗാനിക് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഫോർ സെഡിമെൻ്ററി റോക്സിൻ്റെ എക്സാമ്പിൾസാണ് ലൈംസ്റ്റോൺ, സാൻഡ്സ്റ്റോൺ, ഷെയിൽ, അതിനെ പറയുന്ന മറ്റൊരു പേര് മഡ് സ്റ്റോൺ, കൺകർ, ചോക്ക്, ജിപ്സം, ലിഗ്നൈറ്റ്, ഗ്രാവൽ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വേറെ കുറച്ച് എക്സാമ്പിൾസും ഉണ്ട്. ലൈം ടുഫ, ബ്രസീക്ക. അപ്പം ഇത്രയാണ് ഓൾമോസ്റ്റ് എല്ലാ എക്സാംസിനും ചോദിക്കുന്ന സെഡിമെൻ്ററി റോക്സിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്.